പ്രൈസ് ദ ലോർഡ്. സഹോദരങ്ങളെ, ഓരോ ആഴ്ചകളും ശരിക്കും എത്ര പെട്ടെന്ന് പോകണമല്ലേ. ഒരു തിങ്കളാഴ്ച, ഇത് വേറെ തിങ്കളാഴ്ച, പിന്നെ അടുത്ത തിങ്കളാഴ്ച, ഒരു ദിവസം പ്രിയ സഹോദരങ്ങളെ, ഇതെല്ലാം വിട്ട് കർത്താവിൻ്റെ ആരോഗ്യമുള്ള കാലത്ത് കർത്താവിനെ ആരാധിക്കുക. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുക അത് വിശ്വാസികൾക്ക് നൽകുന്ന, വിശ്വാസികളുടെ ഇടയിൽ ഉള്ള ഭിന്നതയെക്കുറിച്ചിട്ടാണ് പൗലോസ് ഇതിലൂടെ പറയുന്നത്. അത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1:10 അവിടെ വചനം പറയാണ്, സഹോദരരെ, നിങ്ങൾ എല്ലാവരും സ്വരച്ചേർച്ചയോടും ഐക്യത്തോടും ഏകമനസ്സോടും ഏകാഭിപ്രായത്തോടും കൂടെ വർത്തിക്കണമെന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അതായത് നോക്കൂ സഹോദരങ്ങളെ, ഏതെല്ലാം കാര്യത്തിനും ഒന്ന് സ്വരച്ചേർച്ചയോടെ, ഐക്യത്തോടെ, ഏകമനസ്സോടെ, ഏകാഭിപ്രായത്തോടു കൂടി വർത്തിക്കണമെന്ന് ശരിക്ക് പൗലോസ് ലീഹായിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസികളുടെ ഇടയിൽ തന്നെയല്ലേ, ക്രൈസ്തവരുടെ ഇടയിൽ, ഇടവക്കാരുടെ ഇടയിൽ, കുടുംബക്കാരുടെ ഇടയിൽ എന്തൊക്കെ മാത്സര്യ ബുദ്ധിയാണ്. എന്നിട്ട് നമ്മളതിനൊക്കെ ഓരോ ലൂപ്പ് ഹോളൊക്കെ നമ്മൾ കണ്ടുപിടിക്കും. നമ്മൾ വടക്കുണ്ടാക്കാനായിട്ട്, എന്നാലും അതങ്ങനെ ചെയ്ത് ശരിയായില്ല, എന്നാലും അതിങ്ങനെ ചെയ്ത് ശരിയായില്ല, പിന്നെ സിന്ദാബാദ് മാത്രം നമ്മൾ വിളിക്കുന്നില്ല എന്നേ ഉള്ളൂ. ശരിക്ക് ഇത് ശരിക്ക് നമ്മുടെ കുടുംബത്തിലൊക്കെ അത് ശരിയല്ല സഹോദരങ്ങളെ. എല്ലാം സ്വരച്ചേർച്ചയില്ല, ഐക്യമില്ല, ഏകമനസ്സില്ല, ഏകാഭിപ്രായമില്ല, ഇതൊന്നുമില്ല. എന്നിട്ട് നോക്കി ഈ ഇത്രയും വായല നാവ്, ഇത്രയും വലിയ നാവ് ഇട്ടിട്ട് അടിക്കും നമ്മൾ കിടന്നിട്ടത്. നമുക്കിന്ന് പ്രത്യേകിച്ച് ശരിക്കും പ്രിയ സഹോദരങ്ങൾ, ഇതൊരു കൃപയാണ്. അതായത് പരിശുദ്ധാത്മാവ് വന്നാൽ മാത്രമാണ് നമുക്ക് ശരിക്കും പരിശുദ്ധാത്മാവിൽ ഒരു നിറവുള്ളൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ സമീപനങ്ങൾ കണ്ടറിയാം. നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാവില്ല. അതായത് ചിലപ്പോഴൊക്കെ നമുക്ക് ചില വ്യക്തികളുടെ അടുത്തേക്ക് വരുമ്പോൾ ഭയങ്കരമായൊരു അസ്വസ്ഥത നമുക്ക് ഫീൽ ചെയ്യാറില്ലേ. നമ്മൾ ഗൗരവമായ രീതിയിൽ ചിന്തിക്കണം, ഇത് പരിശുദ്ധാത്മാവുള്ള വ്യക്തിയാണോ അത് ദുഷ്ടാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയാണോ? പരിശുദ്ധാത്മാവ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ പ്രിയ സഹോദരൻ, ആ വ്യക്തി ഒരു പക്ഷേ ശാസിക്കും, സ്നേഹിക്കും, ശാസിക്കും, മാനുഷികമായ കുറവുകളൊക്കെ അദ്ദേഹത്തിനുണ്ടാകാം. എന്നാൽ ഈ വ്യക്തി വരുമ്പോൾ ഒരു ഐക്യത്തിൻ്റെ ഒരു അഭിഷേകം അവിടെ ഉണ്ടാകാം. എന്നാൽ ഈ ദുഷ്ടാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ പ്രിയ സഹോദരൻ, നമുക്ക് ശരിക്കും ആ ഒരു ഡിവിഷൻ നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് ആത്മാർത്ഥമായി നമ്മളിലൊക്കെ ശരിക്ക് ഈ ഒരു തിന്മയുടെ ഒരു മേഖലയുണ്ട്. ശരിക്കും വിഭജിക്കുക എന്നുള്ള ഒരു സ്പിരിറ്റാണത്. ആ ഒരു സ്പിരിറ്റ് നമ്മളിലൊക്കെ അതിൻ്റെ ഏറ്റവ്യത്യാസങ്ങളോടെയൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ആത്മശോധന ചെയ്യണത് വേറെ ആരും കാണിക്കാനല്ല. കാരണം ഒരു നാൾ കർത്താവിൻ്റെ സന്നിധിയിൽ വിദ്യാളൻ്റെ അടുക്കിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ചെയ്ത കാര്യങ്ങളെല്ലാം കാണിച്ചു തരും. നോക്കി, ഇത് നിൻ്റെ ഉള്ളിൽ എന്തായിരുന്നു? ഭിന്നിപ്പിക്കണമെന്നല്ലായിരുന്നു. നിൻ്റെ ഉള്ളിൽ എന്തായിരുന്നു? ഭിന്നിപ്പിക്കണമെന്നല്ലായിരുന്നു. ഇങ്ങനെ ഈശോ നമ്മളോട് ചോദിക്കുന്ന അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയ സഹോദരങ്ങൾ. അപ്പോൾ നേരത്തെ കൂട്ടി വചനമൊക്കെ നമ്മളോട് പറയേണ്ടത് എന്തൊക്കെയാണ് പറയണത്? സ്വരച്ചേർച്ച, ഐക്യം, ഏകമനസ്സ്, ഏകാഭിപ്രായം. ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.